Welcome to S3 Civil Minor CET 281 Building Construction and Structural Systems Module 2 Part 3. നമ്മൾ കോൺക്രീറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് രണ്ട് അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ബേസിൽ നമ്മൾ രണ്ടായിട്ടാണ് അതിനെ കാണുന്നത്. അതായത് ഫ്രഷ് കോൺക്രീറ്റും നമുക്ക് മിക്സ് ചെയ്ത പാടെ ഉള്ള കോൺക്രീറ്റും അതേപോലെ തന്നെ നമുക്ക് അത് ഉറച്ച് സെറ്റായി കട്ടിയായി കഴിഞ്ഞതിന് ശേഷമുള്ള കോൺക്രീറ്റും. ഈ രണ്ട് കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ പറയുന്ന ഫ്രഷ് കോൺക്രീറ്റിന് നമ്മൾ എന്താണ് പറയാ? ഗ്രീൻ കോൺക്രീറ്റ്. അപ്പൊ ഈ ഗ്രീൻ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. അപ്പം എന്തുകൊണ്ട് ഇതിനെ രണ്ട് ടൈപ്പായിട്ട് നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രഷ് കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് തീരെ മാച്ച് ചെയ്യില്ല ഹാർഡൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസുമായിട്ട്. അപ്പൊ അത് നമ്മൾ രണ്ടായിട്ട് തന്നെ കണക്കെടുക്കണം. അപ്പം ഫസ്റ്റ് നമുക്ക് പോവാം ഗ്രീൻ കോൺക്രീറ്റിലേക്ക്. അപ്പം ഗ്രീൻ കോൺക്രീറ്റിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് വർക്കബിലിറ്റി. വർക്കബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ എന്തായിരിക്കും? വർക്ക് ചെയ്യാനുള്ള ഈസിനെസ്, എത്രമാത്രം അതിനെ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും, അതിനെ മെഷർ ചെയ്യുന്ന ഒരു ടേമാണ് വർക്കബിലിറ്റി. അപ്പൊ ഈ വർക്കബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ സിമെന്റ് റേഷ്യോ. ഇപ്പൊ കുറേ ടേമില് കുറേ സ്ലൈഡ്സിൽ നമ്മൾ ഈ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ടേം കടന്നു പോയി. അപ്പൊ അതിനെ പറ്റിയിട്ട് നെക്സ്റ്റ് ഈ സെഷനിൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഈ പറയുന്ന വർക്കബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് വാട്ടർ സിമെന്റ് റേഷ്യോ, രണ്ടാമത് അഗ്രിഗേറ്റ്സിന്റെ ഗ്രേഡിങ്, പിന്നെ അതിന്റെ ഷേപ്പ്, പിന്നെ പേഴ്സൻറ്റേജ് ഓഫ് അഗ്രിഗേറ്റ്സ് പ്രസന്റ്, പിന്നെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, അതാണ് എന്ത് വാട്ടർ സിമെന്റ് റേഷ്യോ വരുന്നത്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് വർക്കബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഷേപ്പ് ഓഫ് ദ അഗ്രിഗേറ്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് റൗണ്ട് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വർക്കബിലിറ്റി കൂട്ടാൻ പറ്റും. പക്ഷെ സ്ട്രെങ്ത് എന്താവും? അതിനെ കൊണ്ട് കുറയും. കാരണം കോൺക്രീറ്റിന് മാക്സിമം സ്ട്രെങ്ത് കൊടുക്കുന്നത് വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള ഇറഗുലർ ഷേപ്പിലുള്ള അഗ്രിഗേറ്റ്സ് ആണ്. അപ്പം നമുക്ക് വലിയ കാര്യമായിട്ട് ഈ പറയുന്ന ഷേപ്പിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അതേപോലെ തന്നെ ഈ ഗ്രേഡിങ് നമ്മൾ കണക്കിലെടുക്കുമ്പം സെയിം ഗ്രേഡിലുള്ള അഗ്രിഗേറ്റ്സ് ആവുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം മിക്സ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ സ്ട്രെങ്ത് കുറയും. അതുകൊണ്ട് തന്നെ ഗ്രേഡിങ് എപ്പോഴും നമുക്ക് എന്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ആദ്യത്തെ പ്രോപ്പർട്ടി പറഞ്ഞു വർക്കബിലിറ്റി, രണ്ടാമത്തെ പ്രോപ്പർട്ടി സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പം അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനകത്ത് ഫൈൻ അഗ്രിഗേറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റ് ഒക്കെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോവും, ഫൈൻ അഗ്രിഗേറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സ്ഥലത്ത് വരും. അപ്പൊ ഇത് ബേസിക്കലി അതിനകത്ത് പോർസ് ഉണ്ടാവാനും അതിനകത്ത് കുറെ വിള്ളലുകൾ വരാനും സ്ട്രെങ്ത് കുറയാനും വേണ്ടിയിട്ട് കാരണമാവും. അപ്പം ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ഒഴിവാക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബ്ലീഡിങ്. ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ബ്ലീഡിങ് എന്താണ്? ബ്ലഡ് പോകുന്നതിനെയാണ് നമ്മൾ ബ്ലീഡിങ് എന്ന് പറയാം അല്ലെ? അതേപോലെ തന്നെ കോൺക്രീറ്റിനകത്തുള്ള ബ്ലഡ് എന്താണ്? കോൺക്രീറ്റിനകത്തുള്ള ബ്ലഡ് എന്താണ്? സിമെന്റും വാട്ടറും കൂടിയിട്ടുള്ള മിക്സ് ആണ് കോൺക്രീറ്റിനകത്തുള്ള ബ്ലഡ്. ആ ബ്ലഡ് അതിനകത്ത് ഉണ്ടായിരുന്നാൽ മാത്രമേ പ്രോപ്പർ ബൈൻഡിങ് നടന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് കൊഹസീവായി ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് മാക്സിമം സ്ട്രെങ്ത് അതിന് കൊടുക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ബ്ലീഡിങ് ഇതിനകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ സിമെന്റ് പാർട്ടിക്കിൾസും കൂടെ പോകും. അപ്പം അതിൻ്റെ എന്ത് ബൈൻഡിങ് പ്രോപ്പർട്ടി നഷ്ടമാവും. അപ്പൊ ഈ ബൈൻഡിങ് പ്രോപ്പർട്ടി നഷ്ടമാവുന്ന ഈ ഒരു പ്രോസസ്, വെള്ളം പുറത്തേക്ക് ഒഴിച്ചു പോകുന്ന എക്സസ് വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ബൈൻഡർ ആയിട്ടുള്ള സിമെന്റ് പാർട്ടിക്കിൾസിനെ അടക്കം എടുത്ത് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിനെയാണ് നമ്മൾ ബ്ലീഡിങ് എന്ന് പറയുക. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, സാധാരണ നോർമൽ നമ്മൾ ഈ മെഷീൻ മിക്സിംഗ് ഒന്നും ചെയ്യാത്ത സ്ഥലത്ത് നമ്മൾ തറയിലൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വെള്ളവും
സിമെന്റും കൂടിയിട്ടുള്ള മിക്സ് അധികവും പുറത്തേക്ക് ഒലിച്ചു പോകും. ഒലിച്ചു പോയി കഴിഞ്ഞാൽ ബൈൻഡിങ് പ്രോപ്പർട്ടി കുറയും. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട തേർഡ് പ്രോപ്പർട്ടിയാണ് ബ്ലീഡിങ്. പിന്നെ വരുന്നത് ഹാർഷ്നെസ്. ഹാർഷ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കോൺക്രീറ്റ് ടു ഇറ്റ്സ് സർഫസ് ഫിനിഷ്. അതായത് അതിന്റെ മേലെയുള്ള സർഫസിനെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം വാട്ടർ സിമെന്റ് റേഷ്യോ കുറവാണെങ്കിൽ, അതായത് വാട്ടർ കണ്ടന്റ് കുറവാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് കൂടുതലായിട്ട് ഒരു ഫിനിഷിംഗ് വർക്കൊക്കെ അതിന് കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതാണ് ഫ്രഷ് കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ ഗ്രീൻ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ വർക്കബിലിറ്റി, സെക്കൻഡ് വൺ സെഗ്രിഗേഷൻ, തേർഡ് വൺ ബ്ലീഡിങ്, ഫോർത്ത് വൺ ഹാർഷ്നെസ്. നെക്സ്റ്റ് നമുക്ക് ഹാർഡൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഫസ്റ്റ് എന്താണ് നമുക്ക് വരുന്നത്? ഫസ്റ്റ് വരുന്നത് സ്ട്രെങ്ത്. ഏറ്റവും കൂടുതൽ, അതായത് കട്ടിയായി കഴിഞ്ഞാൽ കോൺക്രീറ്റിന് വരുന്ന പ്രോപ്പർട്ടി എന്താണ്? സ്ട്രെങ്ത്. അപ്പൊ ഈ സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യും ക്യൂബ് ടെസ്റ്റ് വഴി. അപ്പൊ അത് ടെസ്റ്റിംഗ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത് വരുന്ന സ്ലൈഡ്സിൽ അല്ലെങ്കിൽ അടുത്ത് വരുന്ന സെഷൻസിൽ നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത്തിന്റെ ടെസ്റ്റ് നമുക്ക് പഠിക്കാം. പിന്നെ ഉള്ളത് റെസിസ്റ്റൻസ് ടു വെയർ. റെസിസ്റ്റൻസ് ടു വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് വെയർ ആൻഡ് ടയർ വരുന്നതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിന് വരും, കോൺക്രീറ്റിന് വരും. പിന്നെ ഉള്ളത് ഡയമെൻഷണൽ ചേഞ്ചസ് ആണ്. ഡയമെൻഷണൽ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യുന്ന സമയത്ത്, ഉറയ്ക്കുന്ന സമയത്ത് അതെന്താവും? ഷ്രിങ്ക് ആവും. അതിന്റെ സൈസ് ഒരിത്തിരി കുറയും. അപ്പം ആ ഷ്രിങ്കിങ് പ്രോപ്പർട്ടി വരുന്ന സമയത്ത് ക്രാക്സ് ഒക്കെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് മാക്സിമം ഷ്രിങ്കേജ് കുറഞ്ഞിട്ടുള്ള കോൺക്രീറ്റ് വേണം പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും കോൺക്രീറ്റ് ഒരു മോൾഡിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹാർഡൻ ചെയ്ത് കഴിഞ്ഞിട്ടാവുമ്പം ഈ പലക അല്ലെങ്കിൽ ഷീറ്റിന്റെ സൈഡിൽ നിന്ന് അതൊരു ഇത്തിരി വിട്ടിട്ട് വരും. നമ്മളൊരു പാത്രത്തിനകത്ത് പിന്നെ സിമെന്റ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഈ പറയുന്ന അത് സെറ്റായി കഴിയുമ്പോൾ എന്താവും? ആ സൈഡിൽ നിന്ന് അത് വിട്ടിട്ട് നിന്നിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഷ്രിങ്കിങ്, അതായത് ഡയമെൻഷണൽ ചേഞ്ചസ്. പിന്നെ ഉള്ളത് ഡ്യൂറബിലിറ്റി ആണ്. ഡ്യൂറബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വെതറിങ് ആക്ഷൻ വന്നു കഴിഞ്ഞാലും, കെമിക്കൽ അറ്റാക്സ് വന്നു കഴിഞ്ഞാലും, ഹീറ്റ്, ഫ്രീസിങ്, തോയിങ്, ഇതേപോലെയുള്ള എന്ത് ആക്ഷൻസ് വന്നു കഴിഞ്ഞാലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡ്യൂറബിലിറ്റി ഏത് അറ്റൈൻ ചെയ്യും? കോൺക്രീറ്റ് അറ്റൈൻ ചെയ്യും. അത് എപ്പോഴും ആ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് കുറയുകയും അത് കോൺക്രീറ്റിനെ ബാധിക്കുകയും ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ക്ലൈമാറ്റിക് കണ്ടീഷൻ, ഓരോ വെതറിങ് കണ്ടീഷൻ, ഓരോ സോയിൽ കണ്ടീഷൻ, പിന്നെ അങ്ങനെ നോക്കിയിട്ടാണ് സിമെന്റ് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നതും കോൺക്രീറ്റ് ഏത് മിക്സ് വേണമെന്ന് തീരുമാനിക്കുന്നതും. പിന്നെ ഉള്ളത് ഇംപെർമിയബിലിറ്റി. ഇംപെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മാക്സിമം കോൺക്രീറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? റൂഫാണ് ചെയ്യുന്നത്, അല്ലെ? റൂഫ് എന്തിനാണ്? റൂഫിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ വെള്ളം വന്നിട്ടാവുമ്പം അതിനെ താഴേക്ക് പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതാണ് ഇംപെർമിയബിലിറ്റി. നമ്മൾ ഹാർഡൻ ആയിട്ടുള്ള കോൺക്രീറ്റിന്റെ മുകളിലേക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ വാട്ടറിനെ അബ്സോർബ് ചെയ്യില്ല, അത് വാട്ടറിനെ ഉള്ളിലേക്ക് പെർമിറ്റ് ചെയ്യില്ല. അതാണ് ഇംപെർമിയബിലിറ്റി. അപ്പം എക്സസ് വാട്ടർ കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എക്സസ് വാട്ടർ ഒക്കെ കൊടുത്തിട്ടുള്ള സമയത്താണെങ്കിൽ പോർസ് ഉണ്ടാവും. അത് എന്തായിട്ട് മാറും? കോൺക്രീറ്റ് പെർമിയബിൾ ആയിട്ട് മാറും. അപ്പോഴാണ് ലീക്കേജും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയാനുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ ഗ്രീൻ കോൺക്രീറ്റിന്റെ പഠിച്ചു, ദെൻ ഹാർഡൻഡ് കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ കുറെ കാര്യങ്ങൾ, കുറെ സ്ലൈഡ്സിൽ കോൺക്രീറ്റ് തുടങ്ങിയത് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടേമാണ് വാട്ടർ സിമെന്റ് റേഷ്യോ. അതായത് വാട്ടർ ടു സിമെന്റ് റേഷ്യോ, എമൗണ്ട് ഓഫ് വാട്ടർ ടു എമൗണ്ട് ഓഫ് സിമെന്റ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ സിമെന്റ് റേഷ്യോ. അതായത് സിമെന്റിനെ അല്ലെങ്കിൽ കോൺക്രീറ്റിനെ മാക്സിമം സ്ട്രെങ്ത് ഡിസൈഡ് ചെയ്യുന്നത് ഈ വാട്ടർ സിമെന്റ് റേഷ്യോ എത്രയാണ് നമ്മൾ ആ വാട്ടർ സിമെന്റ് റേഷ്യോ എടുത്തിട്ട് മിക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ ബേസിസിലാണ് നമുക്ക് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് വരിക. നമുക്ക് കൂടുതൽ വാട്ടർ സിമെന്റ് റേഷ്യോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിക്സിംഗ് ഒക്കെ എളുപ്പമാവുമെങ്കിലും നമ്മുടെ സ്ട്രെങ്ത് എന്താവും? കുറയും. കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ നമ്മൾ നോർമലി ഒരു ഓപ്റ്റിമം ലെവലിൽ വാട്ടർ സിമെന്റ് റേഷ്യോ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ മിക്സിങ്ങും നടക്കണം കുഴപ്പമില്ലാത്ത രീതിയിൽ, അതേപോലെ നമുക്ക് മാക്സിമം സ്ട്രെങ്ത്തും കിട്ടണം.
അപ്പം ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ മെയിൻലി ഫോർ ദ പൊറോസിറ്റി ഓഫ് ഹാർഡൻഡ് സിമെന്റ് പേസ്റ്റ്. അതായത് നമ്മൾ ഇപ്പൊ സാധാരണ ലേമൻസ് സാധാരണ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാര് നോർമൽ നമ്മൾ തറയിലൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ വെള്ളം എടുത്ത് കോരി ഒഴിക്കുകയാണ് ചെയ്യുക. അതൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊന്നും അല്ല നമ്മൾ എന്ത് കൊടുക്കുന്നത്, വാട്ടർ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പ്രശ്നം വരും, സിമെന്റിന്റെ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കുറയും, പോർസ് ഫോം ചെയ്യും. അപ്പൊ ആ പോർസിൽ കൂടെ റെയിൻ വാട്ടർ ഉള്ളിലേക്ക് കടക്കും. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടാവും. ഈ ലീക്കേജ് കൂടി വെള്ളം വരുന്ന സമയത്ത് അതിനകത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്, സ്റ്റീൽ ബാർസ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റീൽ ബാർസ് കൊറോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ സ്ട്രെങ്ത് പോവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം എന്താണ് ഈ ഓപ്റ്റിമം ലെവൽ വാട്ടർ സിമെന്റ് റേഷ്യോ? ഈ ഓപ്റ്റിമം ലെവൽ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.4 to 0.6 ആണ്. അപ്പം നമ്മളെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇതിൽ ഏത് വേണം. ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നല്ല സമ്മറൊക്കെ ആണെങ്കിൽ, നല്ല ഡെസേർട്ട് പോലെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയുള്ള വാട്ടർ സിമെന്റ് റേഷ്യോ വേണ്ടി വരും, കുറച്ചുകൂടി കൂടുതൽ വാട്ടർ സിമെന്റ് റേഷ്യോ വേണ്ടി വരും. കാരണം നമ്മൾ എവിടുന്നാണോ മിക്സ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ വെള്ളമൊക്കെ എന്താവും, ആവിയായിട്ട് പോവും. ആവിയായിട്ട് പോകുമ്പം പ്രോപ്പറായിട്ട് മിക്സിങ് നടക്കാൻ വേണ്ട വാട്ടർ കണ്ടന്റ് അതിനകത്ത് ഇല്ലാണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് എക്സസ് വാട്ടർ അതിനകത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനാണ് 0.4 to 0.6 എന്ന് പറയുന്ന ഒരു റേഞ്ച് നമ്മൾ കൊടുക്കുന്നത്. ഇത് വാട്ടർ സിമെന്റ് റേഷ്യോ ടു കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഒരു ഗ്രാഫാണ്. നോർമലി തിയററ്റിക്കലി നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.4 നമുക്ക് മാക്സിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. നോർമലി അത് മെഷീൻ വൈബ്രേറ്റേഴ്സ്, അതായത് നമുക്ക് മെക്കാനിക്കൽ സിസ്റ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് വെച്ചിട്ടുള്ള വൈബ്രേഷൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വാട്ടർ സിമെന്റ് റേഷ്യോ 0.3 വരെയൊക്കെ കുറച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ ഗ്രാഫ് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ഡോട്ടഡ് ലൈൻസ് കാണാം. ഈ ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് കോമ്പാക്റ്റഡ് വിത്ത് വൈബ്രേഷൻസ് ആണ്. അപ്പൊ അതിൽ വാട്ടർ സിമെന്റ് റേഷ്യോ കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിനകത്ത് കംപ്രസീവ് സ്ട്രെങ്ത് മാക്സിമം കിട്ടുന്നുണ്ടാവും. അതേപോലെ ഹാൻഡ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റിന്റെ കേസിൽ വരുമ്പം കംപ്രസീവ് സ്ട്രെങ്ത് വൈബ്രേഷൻ, അതായത് മെക്കാനിക്കൽ വൈബ്രേഷൻസ് കൊടുക്കുന്നതിനേക്കാളും സ്ട്രെങ്ത് ഒരു ഇത്തിരി കുറവായിരിക്കും. പക്ഷെ എന്നാലും അതിനകത്ത് എന്തുണ്ടാവും, കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഗ്രാഫിന്റെ പോക്ക് കണ്ടാൽ അറിയാം എന്ത് കുറയും, കംപ്രസീവ് സ്ട്രെങ്ത് കുറയും. അപ്പം ഒരു മാക്സിമം കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് കിട്ടുകയും വേണം, അതേസമയം മിക്സ് വർക്കബിൾ ആവുകയും വേണം. ആ ഒരു കണ്ടീഷനിലുള്ള വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. It may be noted that for complete hydration of cement under controlled conditions, the water requirement is about 38%. That is 0.38%. Controlled conditions എന്ന് പറയുമ്പം എന്തായിരിക്കണം, അതിനകത്ത് ഇവാപറേഷൻ നടക്കാൻ പാടില്ല. സിമെന്റ് കണ്ടന്റിനകത്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് വെച്ചതിനകത്തുനിന്ന് ഒരു വാട്ടർ കണ്ടന്റ് പോലും പുറത്തേക്ക് എസ്കേപ്പ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള കണ്ടീഷൻസിൽ W/C എന്ന് പറയുന്നത് 0.38 ആയിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ 0.4-നേക്കാളും കുറവായിരുന്നു കഴിഞ്ഞാൽ, വാട്ടർ സിമെന്റ് റേഷ്യോ നോർമൽ കണ്ടീഷൻസിൽ 0.4-ലേക്കാളും കുറവായിരുന്നു കഴിഞ്ഞാൽ അതിന്റെ വർക്കബിലിറ്റി കുറവായിരിക്കും, കൺസിസ്റ്റൻസി അതിന്റെ ഇംപ്രോപ്പർ ആയിരിക്കും. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ആ മിക്സ് ഇംപ്രോപ്പർ ആയിരിക്കും. എന്നിട്ട് അതിനകത്ത് എന്തുണ്ടാവും, ഹണി കോംഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അതായത് പോർസ് ഫോം ചെയ്തിട്ട് വീക്കൻ ആയിട്ടുള്ള ഏരിയാസ് അതിനുള്ളിൽ ഫോം ചെയ്യും. അവിടെ ലോഡ് വരുമ്പം അതെന്താവും, ക്രാക്ക് ഫോം ചെയ്യാനുള്ള സാധ്യതകൾ കൂട്ടും. അപ്പൊ അതേപോലെ തന്നെ W/C 0.6 കൂടുകയാണെങ്കിൽ പൊറോസിറ്റി ഇൻക്രീസസ് ആൻഡ് സ്ട്രെങ്ത് ഡിക്രീസസ്. അതായത് കംപ്ലീറ്റ് പോറസ് ആയിട്ട് മാറും കോൺക്രീറ്റ്. അതിൽ കൂടെ വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് തന്നെ പോയി കിട്ടും. ഇതിന്റെ എക്സംഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് വൈബ്രേറ്റേഴ്സ് വെച്ചിട്ട്, മെക്കാനിക്കൽ ഹെവി ഡ്യൂട്ടി മെഷീൻസ് വെച്ചിട്ട് നമ്മൾ വൈബ്രേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് കോമ്പാക്ട് ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് W/C 0.3 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കംപ്ലീറ്റ് കോമ്പാക്ഷൻ നടക്കും. അതായത് തറോ ആയിട്ടുള്ള ഒരു വർക്കബിൾ ആയിട്ടുള്ള മിക്സ് അല്ലെങ്കിലും ബൈ കോമ്പാക്ഷൻ
കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന്റെ സ്ട്രെങ്തും കൂടി കിട്ടും, വാട്ടർ സിമെന്റ് റേഷ്യോ കുറക്കാനും വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കോൺക്രീറ്റ് മിക്സിങ്ങിന്റെ ഒരു കേസ് വരുമ്പം വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. നെക്സ്റ്റ് ഉള്ളത് ടെസ്റ്റ് ഓൺ കോൺക്രീറ്റ്. കോൺക്രീറ്റിൽ കുറേ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ടെസ്റ്റുകളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ കോൺക്രീറ്റ് അല്ലെങ്കിൽ വെറ്റ് കോൺക്രീറ്റിലുള്ള ടെസ്റ്റുകളാണ്. ദെൻ ഹാർഡൻഡ് കോൺക്രീറ്റിലുള്ള ടെസ്റ്റുകൾ. ഫസ്റ്റ് വെറ്റ് കോൺക്രീറ്റിലുള്ള ഒരു ടെസ്റ്റ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, അതാണ് വർക്കബിലിറ്റി ടെസ്റ്റ്. പിന്നെ വരുന്നത് ഹാർഡൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റിന് മുകളിലുള്ള ടെസ്റ്റുകളാണ്. ഇപ്പോൾ കംപ്രഷൻ ടെസ്റ്റ് വരുന്നുണ്ട്, ഫ്ലക്ചർ ടെസ്റ്റ് ഉണ്ട്, പിന്നെ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. ഇത് കൂടാണ്ട് നമുക്ക് നോൺ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് റീബൗണ്ട് ഹാമർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള സാധനമാണ്. അത് പിന്നെ വേറെ ഏതെങ്കിലും സബ്ജക്ട് പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കബിലിറ്റി ടെസ്റ്റ്. അപ്പൊ ഈ വർക്കബിലിറ്റി ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ ഫിക്സ് ചെയ്യുന്നതിനുള്ള ടെസ്റ്റുകളാണ് വർക്കബിലിറ്റി ടെസ്റ്റുകൾ. ഇപ്പോൾ ഡിഫറെന്റ് വാട്ടർ സിമെന്റ് റേഷ്യോയില് ഈ പറയുന്ന മിക്സ് വർക്കബിൾ ആണോ എന്ന് നമ്മൾ നോക്കും. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് കുറയാണ്ട് നമുക്ക് കിട്ടുക വേണം. അപ്പൊ ആ ടെസ്റ്റുകളാണ് വർക്കബിലിറ്റി ടെസ്റ്റുകളിൽ വരുന്നത്. ഇതിനകത്ത് വരുന്ന ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ലം കോൺ ടെസ്റ്റ്, രണ്ടാമത്തത് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, ദെൻ VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്, ദെൻ കെല്ലി ബോൾ ടെസ്റ്റ്, ദെൻ ഫ്ലോ ടേബിൾ ടെസ്റ്റ്. ഇതിനകത്ത് നമുക്ക് രണ്ട് ടെസ്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് സ്ലം കോൺ ടെസ്റ്റ്, ദെൻ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. ഫസ്റ്റ് വൺ സ്ലംപ് കോൺ ടെസ്റ്റ്. ഈ പേര് പറയുന്നത് പോലെ തന്നെ ഇതിന്റെ എക്യുപ്മെന്റ് എന്താണ്? സ്ലംപ് ഉണ്ടാക്കുന്ന ഒരു കോണാണ്. അപ്പൊ ഇതിന്റെ ഫിഗർ ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഫിഗർ ആണ് ആ ബ്ലൂ ഷേപ്പിൽ കാണുന്ന ആ കോണിക്കൽ ഷേപ്പിലുള്ള ആ വെസലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലംപ് കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ലംപ് കോൺ ആണ് മെയിൻ അതിനകത്തുള്ള അപ്പാരറ്റസ്. അതിന്റെ കൂടെ നിങ്ങൾ ആ ബോട്ടത്തിൽ കാണുന്നത് ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ്. അതിന്റെ മുകളിലാണ് എന്ത് വെക്കുക? സ്ലംപ് കോണ് വെക്കുക. പിന്നെ നമുക്ക് ഇതിനെ ടാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോമ്പാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡ് ഉണ്ട്. അതാണ് ഇവിടെ നിങ്ങൾ മെറ്റൽ റോഡ് കാണുന്നത്. ഇവിടെ കാണുന്ന ഒരു ബ്രഷ്, അതിന്റെ മേലെ എക്സസ് ആയിട്ട് വരുന്ന കോൺക്രീറ്റ് നമുക്ക് വടിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്ത് മൂന്നാമത് ഇവിടെ കാണുന്ന നിങ്ങൾ സാധാരണ സാധനങ്ങൾ കോരിയിട്ട് അതിനകത്തേക്ക് ഇടാൻ പറ്റുന്ന കോരികളാണ്. അതായത് അത് നിങ്ങൾക്ക് കോരിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമൽ സിമെന്റിന്റെ മിക്സ് ചെയ്യുന്ന നമുക്ക് സിമെന്റ് കത്തിയില്ലേ, സിമെന്റ് കത്തിയും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പൊ ഇതിനകത്ത് മോൾഡിന്റെ ബോട്ടം ഡയമെൻഷൻ എന്ന് പറയുന്നത് 100 mm, അതിന്റെ ഡയ എന്ന് പറയുന്നത് 200 mm ആയിരിക്കും. അതിന്റെ മേലെയുള്ള ഡയ എന്ന് പറയുന്നത് 100 mm ആയിരിക്കും. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 300 mm ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ആ പ്ലേറ്റിന്റെ മേലേക്ക് സ്ലംപ് കോൺ എടുത്ത് വെക്കും. എടുത്തു വെച്ചതിന് ശേഷം ഒരു പെർട്ടിക്കുലർ വാട്ടർ സിമെന്റ് റേഷ്യോ, ഇപ്പൊ സപ്പോസ് 0.3 വാട്ടർ സിമെന്റ് റേഷ്യോയിലുള്ള കോൺക്രീറ്റ് മിക്സ് റെഡിയാക്കിയിട്ട് വെക്കും. അപ്പോൾ കോൺക്രീറ്റ് മിക്സ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഫസ്റ്റ് ലെയർ, അതായത് നമ്മളിപ്പോൾ സ്ലംപ് കോണിൽ നിറയാൻ നമ്മൾ 4 ലെയർ ആയിട്ട് ഇട്ടിട്ടാണ് ചെയ്യുക. എല്ലാം കൂടെ ഒന്നിച്ചിടുകയല്ല ചെയ്യാം, 4 ലെയർ ആയിട്ടാണ് ഇടുക. ഫസ്റ്റ് ലെയർ നമ്മൾ കോൺക്രീറ്റ് ഇടും. ആ കോൺക്രീറ്റിന്റെ മേലെ നമ്മൾ ഈ ടാമ്പിംഗ് റോഡ് വെച്ചിട്ട്, ആ മെറ്റൽ റോഡ് വെച്ചിട്ട് 25 ടൈംസ് ഫ്രീ ഫോൾ വെച്ചിട്ട്, അതായത് ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ മേലേക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യും, ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള 25 ടാമ്പിങ്സ് ഒരു ലെയറിൽ കൊടുക്കും. അങ്ങനെയുള്ള 4 ലെയർ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സസ് കോൺക്രീറ്റ് വരുന്നത് ആ പറയുന്ന ബ്രഷ് വെച്ചിട്ട് നമ്മൾ കളയും. കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി ഈ ഫിഗർ വെച്ചിട്ട് പറയാം. ഈ നമ്മളിങ്ങനെ തല തിരിച്ചിട്ടാണ് കോണ് വെച്ചിട്ടുള്ളത് അല്ലെ. വലിയ ഡയമീറ്റർ താഴേക്ക് വെച്ച് ചെറിയ ഡയമീറ്റർ മേലേക്ക് വെച്ചിട്ടാണ് കോണ് വെച്ചിട്ടുള്ളത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് 4 ലെയറും ഫില്ല് ചെയ്ത് അത് മേലെയുള്ള എക്സസ് ഉള്ളത് വടിച്ചു കളഞ്ഞതിന് ശേഷം
2 ഹാൻഡിൽ കാണുന്നുണ്ടോ കറുപ്പ് കളറിലുള്ളത്? ആ ബ്ലാക്ക് കളറിലുള്ള ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മൾ ഈ കോണ മേലേക്ക് വലിക്കും. അപ്പൊ മേലേക്ക് വലിച്ചിട്ട് പണ്ട് നമ്മൾ ചട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന പോലെ ഈ പറയുന്ന ഉള്ളിലുള്ള കോൺക്രീറ്റ് ആ പറയുന്ന ബേസിനകത്ത് നിൽക്കും. അതെങ്ങനെ നിൽക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഫിഗറിലുള്ള സ്ലംപ് കാണാം. കോൺക്രീറ്റ് അതുപോലെ അതിനകത്ത് നിൽക്കും. അപ്പൊ നിന്നതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോനനുസരിച്ചിട്ട് ഈ കോൺക്രീറ്റ് ഐദർ വാട്ടർ സിമെന്റ് റേഷ്യോ കുറവാണെങ്കിൽ എന്താവും വെച്ചാൽ പൊടിഞ്ഞിട്ട് താഴേക്ക് വീഴും. കംപ്ലീറ്റ് എല്ലാം കോഴ്സ് അഗ്രിഗേറ്റ് എല്ലാം കൂടി ഇടിഞ്ഞ് താഴേക്ക് പോകും വാട്ടർ സിമെന്റ് റേഷ്യോ നല്ല കുറവാണെങ്കിൽ. ഇനി വാട്ടർ സിമെന്റ് റേഷ്യോ നമുക്ക് ഏകദേശം നല്ല പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മിക്സ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, അത് അതേ ഷേപ്പിൽ അവിടെ അങ്ങ് നിൽക്കും. അതായത് എന്താണോ കോണിന്റെ ഷേപ്പ് ആ ഷേപ്പിൽ അവിടെ നിൽക്കും. അതിന് പറയും സീറോ സ്ലംപ്. അതായത് നമുക്ക് സ്ലംപ് ഇല്ല. സ്ലംപ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ രണ്ടാമത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് പോലെ ഈ കോൺ എന്ത് ചെയ്യും, കോണ് തല തിരിച്ചു വെച്ചിട്ട് നമ്മള് ബാർ എടുത്ത് വെക്കും. ആ ബാർ എടുത്ത് വെച്ചിട്ട് അതാണ് നമ്മളെ സീറോ മാർക്ക്. ആ സീറോ മാർക്കെന്ന് താഴേക്ക്, അതായത് പിന്നെ സ്ലംപിന്റെ ടോപ്പിലേക്ക് എത്ര സെന്റിമീറ്റർ ഇത് താണു. അതായത് ഇങ്ങനെ ഒരു മല പോലെ ഇടിഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ മലയുടെ ടോപ്പിൽ നിന്ന് നമ്മളെ നോർമൽ സ്ലംപിലേക്ക് എത്ര മെഷർമെന്റ് ഉണ്ട്, അതാണ് നമ്മളെ സ്ലംപ് വാല്യൂ എന്ന് പറയുന്നത്. ആ സ്ലംപിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോ ആദ്യത്തെ ഫിഗർ കാണിക്കുന്നത് ട്രൂ സ്ലംപാണ്. അതാണ് ഇപ്പം നിങ്ങൾ മറ്റേ ഫിഗറിൽ കണ്ടത്. അതായത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഫിഗറിലുള്ളത് ട്രൂ സ്ലംപാണ്. അപ്പൊ ട്രൂ സ്ലംപ് എന്താന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തത് സീറോ സ്ലംപ്. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് നോൺ പ്ലാസ്റ്റിക് ആയിട്ടുള്ള മിക്സ് ആയിട്ട് നിന്നിട്ടാകുമ്പോൾ അത് ആ പറയുന്ന കോണിന്റെ സെയിം ഷേപ്പിലായിരിക്കും. അപ്പൊ എന്തായിരിക്കും, കോണിന്റെ അതേ ഡിസ്റ്റൻസിലായിരിക്കും, അതേ ഹൈറ്റിലായിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അതെന്താണ്, സീറോ സ്ലംപ്. മൂന്നാമത്തെ ഫിഗർ നോൺ കൊഹസീവ് ആയിട്ടുള്ള സ്ലംപാണ്. നോൺ കൊഹസീവ് ആയിട്ടുള്ള സ്ലംപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സിമെന്റ് റേഷ്യോ നല്ല കൂടുതലായിരിക്കും. ആ കോൺ റിമൂവ് ചെയ്യേണ്ട താമസം അതെന്താവും, ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് പോകും. അപ്പോൾ അല്ലെങ്കിലോ പിന്നെ നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ തീരെ കുറഞ്ഞു കഴിഞ്ഞാലും ഇതേ കണ്ടീഷൻ വരാം. നാലാമത്തെ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയർ സ്ലംപാണ്. അതായത് ഏതെങ്കിലും ഒരു സൈഡ് ഇടിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അതായത് ഒരു സൈഡ് നമുക്ക് കറക്റ്റ് ഹൈറ്റിലുണ്ടാവും, മറ്റേ സൈഡ് ഇടിഞ്ഞിട്ട് പോകും. അതാണ് ഷിയർ സ്ലംപ്. ആക്ച്വലി നമ്മളെ സ്ലംപ് വരേണ്ടത് ഏതിലാണ്, ഫസ്റ്റ് ഫിഗറിലാണ്. ആ ടൈപ്പില് വരുന്ന സ്ലംപിലുള്ള വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് നമ്മൾ മിക്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്ലംപ് വാല്യൂസ് കിട്ടും ഇൻ സെന്റിമീറ്റേഴ്സ്. സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് ഇൻ സെന്റിമീറ്റേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ കോൺക്രീറ്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷന് നമുക്ക് 20 to 40 സ്ലംപ് വരുന്ന വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത്. പാരപ്പെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ, പിയർ കൺസ്ട്രക്ട് ചെയ്യാൻ, സ്ലാബ് ബീംസിനൊക്കെ 40 to 50 സ്ലംപ് വരണം. കോൺക്രീറ്റ് കനാൽ ലൈനിങ് കൊടുക്കാൻ വേണ്ടി 70 to 80 വരണം. കോൺക്രീറ്റ് ഫോർ ആർച്ച് ആൻഡ് സൈഡ് വാൾ ഓഫ് ടണൽ വരാൻ 90 to 100 വരണം. നോർമൽ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വർക്ക് ആണെങ്കിൽ, RCC വർക്ക് ആണെങ്കിൽ അതിന് 80 to 150 mm സ്ലംപ് വരണം. മാസ് കോൺക്രീറ്റ് വർക്ക് ആണെങ്കിൽ 25 to 50 വരണം. കോൺക്രീറ്റ് ടു ബി വൈബ്രേറ്റഡ് ആണെങ്കിൽ നമുക്ക് സ്ലംപ് കുറവ് മതി, 10 to 25. അപ്പൊ ഈ സ്ലംപ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈറ്റിൽ ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യൂ കേട്ടോ. നമ്മൾ സൈറ്റിൽ ഏതൊരു സൈറ്റിലും കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പ് സ്ലംപ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, മിക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മൾ സ്ലംപ് കോൺ ടെസ്റ്റ്. നെക്സ്റ്റ് ഉള്ളത് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റിന്റെ എക്യുപ്മെന്റിന്റെ ഫിഗർ ആണ് നിങ്ങൾക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് 2 ഹോപ്പേഴ്സ് ഉണ്ടാവും. അതിന്റെ താഴെയുള്ളത് ഒരു സിലിണ്ടർ ആയിരിക്കും. സിലിണ്ടർ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഒരു പക്ക സിലിണ്ടർ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിന്റെ വർക്കബിലിറ്റി ആണ് ഇവിടെയും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം വർക്കബിൾ ഓരോ മിക്സിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലംപ് കോണിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല്
ഓരോ വാട്ടർ സിമന്റ് റേഷ്യോയിലുള്ള മിക്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പില് ഒരു ബക്കറ്റ് കാണുന്നുണ്ടല്ലോ, ഒരു ഹോപ്പർ കാണുന്നുണ്ടല്ലോ, അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യും. മേലെ ലെവൽ ചെയ്യുന്ന വരെയുള്ള അത്രയും പോർഷൻ ഫില്ല് ചെയ്യും. ആ ഹോപ്പറിന്റെ അടിഭാഗത്തുള്ള പ്ലേറ്റ്, അതായത് ഹോപ്പർ എന്ന് പറയുമ്പോൾ അടിഭാഗവും ക്ലോസ് ആയിരിക്കുമല്ലോ, ആ പ്ലേറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ടോപ്പ് ഹോപ്പറിലുള്ള കംപ്ലീറ്റ് കോൺക്രീറ്റ് താഴെയുള്ള ഹോപ്പറിലേക്ക് ഡ്രോപ്പ് ആവും. അത് ഫസ്റ്റ് കോമ്പാക്ഷൻ നടക്കും അതിനകത്ത്. അതിനുശേഷം ഈ പറയുന്ന സെക്കൻഡ് ഹോപ്പറിലുള്ള കംപ്ലീറ്റ് കോൺക്രീറ്റ് കണ്ടന്റ് അതിൻ്റെ പ്ലേറ്റ് നമുക്ക് അത് റിമൂവ് ചെയ്യുമ്പോൾ നേരെ ആ കോൺക്രീറ്റ് താഴെയുള്ള സിലിണ്ടറിലേക്ക് വീഴും. വീഴുമ്പോൾ കറക്റ്റ് രണ്ടാമത്തെ കോമ്പാക്ഷൻ അതിനകത്ത് നടക്കും. എന്നിട്ട് ആ സിലിണ്ടറിന് കംപ്ലീറ്റ് ലെവൽ ആവുന്ന വിധത്തിൽ ബാക്കിയുള്ള കോൺക്രീറ്റ് തട്ടിക്കളഞ്ഞതിന് ശേഷം ഈ സിലിണ്ടറിന്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യും. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സെയിം മിക്സ് തന്നെ ഈ സിലിണ്ടറിനകത്ത് 3 ലെയറായി അല്ലെങ്കിൽ 4 ലെയറായിട്ട് ഫില്ല് ചെയ്യും. ഓരോ ലെയറിനും നേരത്തെ സ്ലംപ് കോണിൽ ചെയ്ത പോലെ 25 ടൈംസ് സ്റ്റാമ്പിങ്സ് കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് ലെവൽ ചെയ്യും. ലെവൽ ചെയ്തിട്ട് ഈ സിലിണ്ടറിന്റെ വെയിറ്റ് പിന്നെയും കാണും. അപ്പം ഇതാണ് എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ കോമ്പാക്ഷൻ ഫാക്ടർ കാണുന്നത്? മാസ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്. അതായത് നമ്മൾ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റിനകത്ത് ഫസ്റ്റ് ഹോപ്പറിലിട്ട് സെക്കൻഡ് ഹോപ്പറിലിട്ട് സിലിണ്ടറിലേക്ക് വന്ന കോൺക്രീറ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ നമ്മൾ ആ സിലിണ്ടറിൽ മാത്രം സെയിം മിക്സ് എടുത്തിട്ട് 3 or 4 ലെയർ ആയിട്ട് ഫില്ല് ചെയ്ത് ടാമ്പ് ചെയ്തെടുക്കുന്നതിന്റെ കോൺക്രീറ്റിന്റെ മാസ് വിത്ത് സിലിണ്ടർ. അപ്പം അതാണ് നമുക്ക് എന്തായിട്ട് വരിക? കോമ്പാക്ഷൻ ഫാക്ടർ ആയിട്ട് വരിക. അപ്പൊ കോമ്പാക്ഷൻ ഫാക്ടർ നമുക്കിപ്പോൾ 0.85 ആണ് കിട്ടിയതെങ്കിൽ ലോ വർക്കബിൾ ആയിട്ടുള്ള സിമെന്റ് ആണ്, കോൺക്രീറ്റ് ആണ്. ദെൻ 0.92 ആണ് കിട്ടുന്നതെങ്കിൽ മീഡിയം വർക്കബിലിറ്റി ആണ്. 0.95 ആണെങ്കിൽ ഹൈ വർക്കബിലിറ്റി ആണ്. അപ്പം ഈ വർക്കബിലിറ്റി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എന്താണ്? വാട്ടർ സിമെന്റ് റേഷ്യോ. അപ്പൊ ഈ വാട്ടർ സിമെന്റ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മൾ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന 2 മെത്തേഡ്. ബാക്കിയുള്ള മെത്തേഡ്സ് പിന്നെ നിങ്ങൾക്ക് വേറെയുള്ള കാര്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് പഠിച്ചാൽ മതിയാവും. VB ടെസ്റ്റ്, കില്ലി ബോൾ ടെസ്റ്റ്, ഫ്ലോ ടേബിൾ ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മൾ സൈറ്റിൽ യൂസ് ചെയ്യുന്ന 2 ടെസ്റ്റുകൾ, സ്ലംപ് കോൺ ടെസ്റ്റും കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റും. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.